വിദ്യാർത്ഥികൾക്ക് യാതൊരു സുരക്ഷയുമില്ലാതെ കൊല്ലം മയ്യനാട് ശാസ്താംകോവിൽ ഗവൺമെന്റ് LP സ്കൂൾ. മയ്യനാട് പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് സ്കൂളിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം. വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സ്കൂളിൽ 7 വർഷങ്ങൾക്ക് മുമ്പാണ് പുതിയ കെട്ടിടം വന്നത്. എന്നാൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമിൽ ഉഗ്രശബ്ദത്തോടുകൂടി ടൈലുകൾ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ്. ഇതോടെ ക്ലാസ് റൂമുകൾ ഓരോന്നോരോന്നായി അടച്ചിട്ടു. 1.5 വർഷത്തിലേറെയായി സ്കൂളിനു മുന്നിലെ മുത്തശ്ശിമാവ് ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്കൂളിന്റെ മതിലും തകർത്ത് വലിയ അപകടം ഉണ്ടാക്കുവാനുള്ള സാധ്യതയും ഏറുന്നു. മാവിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാത്തത് കാരണം അസംബ്ലി മുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. ഈ സ്കൂളിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഒരു 7-8 വർഷമേ ആവത്തുള്ളൂ ഈ ഒരു ബിൽഡിംഗ് വന്നതിന് ശേഷം ഏകദേശം 1.5 വർഷം മുമ്പ് തന്നെ ഈ ക്ലാസ് റൂമിലെ ടൈലുകളൊക്കെ വലിയ ശബ്ദത്തോടു കൂടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുമായിരുന്നു കേട്ടോ. വലുതായിട്ട് എന്താ പറയാ ശബ്ദത്തിലാണ് ഇത് പൊട്ടിത്തെറിച്ചോട്ട്. അങ്ങനെ എന്താ പറയാ ഒരു ബ്ലേഡ് പോലെയൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് പിന്നീട് കുഞ്ഞുങ്ങളുടെ ഒക്കെ കാലൊക്കെ മുറിയേണ്ട അവസ്ഥയൊക്കെ വരുന്ന കൊണ്ടാണ് 1-2 ക്ലാസ് റൂമുകളൊക്കെ അന്ന് അടച്ചിട്ടത്. പിന്നീട് നോക്കിയപ്പോൾ ഇതെല്ലാം മുകളത്തെ നില എല്ലാം ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഉയർന്നു വന്ന് പൊട്ടിത്തെറിക്കുകയാണ്. അത് ഈ നിർമ്മാണത്തിൽ വന്ന അപാകതയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരുപാട് പ്രാവശ്യം പരാതികളുമായിട്ട് നമ്മുടെ സ്കൂളിലെ HM-മാര് ഇപ്പം എന്താ പറയാ HM-മാർ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. അപ്പൊ അവരെല്ലാവരും അവര് ഉള്ള സമയത്ത് തൊട്ടേ ഈ 1.5 വർഷം കൊണ്ട് പഞ്ചായത്തിലെത്തി പരാതികൾ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സ്കൂളിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ മരത്തിന് എന്താ പറയാ അതിന്റെ കാലപ്പഴക്കം കൊണ്ടും പിന്നെ അതിന്റെ ശിഖരങ്ങളൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ ഉയർന്നു നിന്നതുകൊണ്ട് അവിടെ അസംബ്ലി പോലും നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളിന്ന് പരാതി പറഞ്ഞപ്പോൾ സ്കൂൾ തുറക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് വന്നിട്ട് ഇവര് കുറച്ച് ശിഖരമൊക്കെ വെട്ടിക്കളഞ്ഞു. അതുപോലെ തന്നെ ഈ ടൈലിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ ടൈല് മൊത്തം തൽക്കാലം ഇളക്കി തരാം, അത് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ആളിനെ വെച്ച് ടൈലുകളെല്ലാം പഴയ രീതിയിൽ എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ടൈലുകളെല്ലാം ഇളക്കി തന്നു. പക്ഷെ ഇതുവരെയും അവരത് ഇട്ട് തന്നിട്ടില്ല കേട്ടോ. അത് എന്താ പറയാ സ്കൂൾ തുറന്നിട്ട് ഇപ്പൊ മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ഒന്നും ആയില്ല. 1-2 ക്ലാസ്സുകൾ അടഞ്ഞു കിടക്കുന്നു. ഒരു ക്ലാസ് ആണെങ്കിൽ 1-2 ക്ലാസ്സിനകത്ത് പഠിത്തം നടക്കുന്നു. പക്ഷെ അവിടെ ഈ ഒരു എന്താ പറയാ മുള്ളിനകത്ത് കുട്ടികൾ നിൽക്കുന്ന അവസ്ഥയിലാണ് അവരിപ്പോ നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ തുണി വിരിച്ചിട്ട് അവിടെയൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് കേട്ടോ. പല പ്രാവശ്യവും പഞ്ചായത്തിൽ ഇവിടുത്തെ അധ്യാപകര് എന്താ പറയാ പ്രഥമ അധ്യാപക അവരൊക്കെ ചെന്ന് പരാതികൾ പറഞ്ഞ, പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പൊ ശരിയാക്കി തരാന്ന് മാത്രം പറയുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പം കഴിഞ്ഞ ദിവസവും നമ്മുടെ HM അവിടെ പരാതിയായിട്ട് വന്നപ്പം അവിടെ പറഞ്ഞു ഇത് ടൈലിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ ആണോ, ഇതിനു മുമ്പൊക്കെ ഇതൊക്കെ എന്നാ വന്നത്, അതിനു മുമ്പൊക്കെ നമ്മൾ നിലത്തൊക്കെ ഇരുന്ന് പഠിച്ചവരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഏതായാലും നമ്മുടെ ഈ ഒരു എന്താ പറയാ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ ഒരു വലിയൊരു അപകടം നടന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ അതിനുശേഷമാണ് അവിടെ പല കാര്യങ്ങളൊക്കെ നടന്നത്. അതുപോലെ ഒരു അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മളെ സ്കൂളിനെ ഒന്ന് രക്ഷിക്കണം. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ പഞ്ചായത്തും PWD ഒക്കെ ഒന്ന് വിചാരിച്ച് ഇവിടുത്തെ ഈ മരവും അതുപോലെ തന്നെ ഈ ഒരു ടൈലിന്റെ കാര്യത്തിലും ഒക്കെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും പറയാനുള്ളത്. സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് പഞ്ചായത്ത് അധികൃതർ എത്തി ക്ലാസ് റൂമുകൾ സന്ദർശിച്ചുവെങ്കിലും ടൈലുകളെല്ലാം ഉടൻ തന്നെ ഇളക്കി മാറ്റാമെന്നും സ്കൂളുകൾ തുറന്ന് ദിവസങ്ങൾക്കുള്ളിൽ ടൈലുകൾ പാകി പുനർനിർമ്മിക്കാമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ടൈലുകൾ മുഴുവൻ ഇളക്കി മാറ്റുക അല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇതോടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂം വലിയ അപകടാവസ്ഥയിലാണ്. ഒന്ന് വീണാൽ പോലും ശരീരമാസകലം മുറിയുന്ന അവസ്ഥയാണ്. ഉയർന്നു നിൽക്കുന്ന സിമന്റ് പാളികളുള്ള തറയിൽ കുറച്ചു ഭാഗത്തു മാത്രം തുണി വിരിച്ചുകൊണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. നിരവധി തവണ പഞ്ചായത്തിലും PWD-യിലും സ്കൂളിന്റെ അവസ്ഥ കാണിച്ച് പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. ഇപ്പോൾ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ടുള്ള മറുപടി മാത്രമാണ് പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്നത്. നിർമ്മാണം ഏറ്റെടുക്കുവാൻ ആരും തന്നെ വരുന്നില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. സ്കൂളിന്റെ ഈ അവസ്ഥ കണ്ട് നിരവധി കുട്ടികൾ സ്കൂൾ മാറിപ്പോവുകയും ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് ടൈലുകൾ പാകുകയും അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരം മുറിച്ചു നീക്കണമെന്നുമാണ് സ്കൂൾ അധികൃതരുടെയും രക്ഷകർത്താക്കളുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം.